ഹലോ, നമസ്കാരം. ഒരു ചിക്കൻ ബിരിയാണി ആയാലോ? പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കുമ്പോഴേ ചിക്കൻ ബിരിയാണി. നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള 2 സവാള, വലിയ സവാള എടുത്തിരിക്കണം. ചെറുതാണെങ്കിൽ 3 എടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ നമുക്ക് പുതിനയും മല്ലിയും നമ്മുടെ ഒരു ചെറിയ കൈപ്പിടി അളവിന് എടുത്തിരിക്കുന്നത്. അത്രയും എടുത്ത് നമ്മൾ നന്നായിട്ട് മുറിച്ച് അരിഞ്ഞ് വെക്കുക. ഇനി ഞാൻ കുക്കറിൽ വെക്കുന്നുണ്ട്. കുക്കറിൽ നമ്മൾ നല്ലോണം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടരുത്, കുറയരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയവ ഒരു 3 എണ്ണം, അതായത് 3 ഗ്രാമ്പു, ചെറിയ ചെറിയ പീസ് പട്ട, അങ്ങനത്തെ ഐറ്റം ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇവ 3 ഇട്ട് എണ്ണ നന്നായി ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിട്ട് കൊടുക്കുക. അപ്പം ഈ നല്ല മണം കിട്ടാനായിട്ട് ആദ്യമേ ഇതിട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്കൊരു നല്ലൊരു മണം കിട്ടാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, ടൗണിലോ അല്ലെങ്കിൽ ഹോട്ടലിൽ കിട്ടുന്ന അത്രയും ടേസ്റ്റ് ഒന്നും കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ വരുന്ന ഒരു ബിരിയാണിയാണത്. അപ്പം ഇതേപോലെ തന്നെ പൊട്ടിച്ച ശേഷം നമ്മൾക്ക് അരിഞ്ഞിട്ടുള്ള സവാള, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ള 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടിത് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ അരക്കലൊക്കെ ഉണ്ടെങ്കിൽ അരച്ച് വെച്ച് കൊടുക്കുക. കാരണം അത് കുറച്ച് ബ്രൗൺ ആവണം. അപ്പം നമുക്ക് ഈ മല്ലിയും പുതിനയും ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എസൻസ്, അതിൻ്റെ മണം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയാണ്. മുസ്ലിം ആയിട്ടുള്ളൊരു ഫ്രണ്ട് പറഞ്ഞ റെസിപ്പിയാണത്. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വലിയ സൈസ് വെളുത്തുള്ളിയും ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടെടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടിയാണ്, അത്ര എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വേറെ പൊടികളൊന്നും നമ്മൾ കാര്യമായിട്ട് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബിരിയാണി മസാല, ഗരം മസാല, അങ്ങനെ കുത്തുന്ന മണം വരുന്ന വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക്. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുമാതിരി പുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റും ബിരിയാണിയുടെ മണം ഒക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്രേവി കിട്ടാനും ബിരിയാണിക്ക് പുളിപ്പ് കിട്ടാനൊക്കെ നമുക്കത് സഹായിക്കും. അപ്പോൾ നന്നായിട്ട് ഈ തൈരും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റി വരണം. വഴറ്റി നമുക്ക് എണ്ണ അങ്ങനെ തെളിയുന്ന ഒരു ടൈമിൽ നന്നായിട്ട് ഈ തക്കാളി നല്ല പിശുന്ന പോലത്തെ അത്രയും വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഈ ഗ്രേവിയിലൊക്കെ പിടിക്കുന്നവരെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം നമ്മൾ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി അരി ഞാൻ 1.5 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ അടയ്ക്കാതെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ചിക്കൻ അരിക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ജസ്റ്റ് തണ വരുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ച ശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം അതിന് സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നമ്മുടെ ഉപ്പിൻ്റെ അളവ് നോക്കിക്കോളാം. ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഉപ്പ് ഒരു പൊടിക്ക് നമുക്ക് വെള്ളത്തിൽ മുന്തി നിൽക്കണം എന്ന് പറയില്ല, അങ്ങനെ നിൽക്കണം. നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. അടച്ചു വെച്ച ശേഷം നമ്മൾ ഇങ്ങനെ ഈ കാറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് നന്നായിട്ട് കുക്കറിനകത്ത് ഈ വെള്ളം തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് അരി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അരി ഞാൻ കഴുകുന്നതും ഇതാക്കുന്നൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് അരി എടുത്തുള്ളത് മാത്രം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഈ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബസ്മതി അരി. അതിനുശേഷം നമ്മൾ ഈ എണ്ണ തെളിഞ്ഞ് വെള്ളത്തിലിങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു വിസിലാണ് നമ്മുടെ സമയം. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരി ഇതുപോലെ എല്ലാം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് വെന്തുടയാതെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കളർ അറിയാത്ത. അടിപൊളി കളറിൽ നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിരിയാണിയാണ്. അപ്പം കുക്കറിൽ പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ